അങ്ങനെ ഒരു സംവാദം സാധ്യമാകുന്നത് സാധാരണ സംവാദം സാധ്യമായാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് ഏകപക്ഷീയമായ വിക്ടറി എന്നതും സംഭവിക്കുന്നതായിരിക്കുമോ? നിഷാദ്, ഈ ചർച്ച തുടങ്ങിയ സമയം മുതൽ ഞാൻ ആലോചിക്കുന്ന കാര്യം എത്ര നടക്കാത്ത സുന്ദരമായ സ്വപ്നം എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെ ഇത് സുന്ദരമായ കാര്യമാണ്, ജനാധിപത്യത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും പ്രശ്നം വെച്ചുകൊണ്ട് ജനങ്ങളോട് സംവദിക്കുന്നു. അതായത് ഒരു ചോദ്യം പ്രതിപക്ഷത്തിന് ഉയർത്താവുന്ന ചോദ്യം മുഴുവൻ ചോദിക്കുന്നു, അത് തിരിച്ചും. അതിന് കൃത്യമായ മറുപടി പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ വേറൊരു പ്രചരണവും നടത്താതെ ഏറ്റവും ഗംഭീരമായി തന്നെ ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നമാണ് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കാൻ നടക്കില്ല. ഇവിടെ തന്നെ ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, സർക്കാരിൻ്റെ ഇത്രയും കാലത്തെ 5 വർഷത്തെയോ ഇനി 10 വർഷത്തെയോ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ പിന്നെ സംവാദം നടക്കുമോ? പ്രതിപക്ഷം ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഭരണപക്ഷം ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പ്രതിപക്ഷവും പറഞ്ഞാൽ കാര്യം നടക്കില്ലല്ലോ. അവർക്ക് ഉന്നയിക്കാവുന്ന ചോദ്യങ്ങൾക്ക് നേരത്തെ തന്നെ എഴുതി കൊടുത്താൽ വേണമെങ്കിൽ അങ്ങനെയാവാം. എന്നിട്ട് അതിന് മറുപടി പറയുക, അത് ബോധ്യപ്പെടുന്നതാണോ എന്ന്, കൺവിൻസിങ് ആണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സത്യത്തിൽ 2 കാര്യങ്ങളാണല്ലോ. ഒന്ന്, പേരിനൊരു സംവാദം വെച്ചാൽ പോലും അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അത് റിസൾട്ട് ഉണ്ടാക്കാത്ത സംവാദമായിരിക്കും. ഇപ്പോൾ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ക്രിയാത്മകമായ ഒരു സംവാദം ഉണ്ടാകാനുള്ള സാധ്യതയെ നാം തള്ളിക്കളണം. പക്ഷേ അതിൻ്റെ വിഷയങ്ങളോട് ഉയർന്നിക്കാണ്.